അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സംഭവം എന്താന്ന് പിടുത്തം കിട്ടിയാൾക്ക് പിടികിട്ടി ഇല്ല, പിടുത്തം കിട്ടിയിട്ടില്ല. അത്രക്ക് സഹനശേഷിയുള്ളവനും ക്ഷമാശീലനും അനുസരണയുള്ളവനുമാണ് ഈ പറഞ്ഞ കക്ഷി. ഇത് പുള്ളി ഒരു ചെറുത് കഴിക്കുമെങ്കിലും ആള് ക്ഷമയുള്ളവനാണ്. ആര്? ചേട്ടന്. അന്റെ ചേട്ടന്റെ കാര്യമല്ല പറഞ്ഞത്. അന്റെ ചേട്ടന്റെ ശരീരത്തിന്റെ ഉള്ളിലിരിക്കണ കരളിന്റെ കാര്യമാണ് ഞാൻ പറയണത്. കരളിന്റെ മനസ്സിലായോ? ഇക്കണ്ട പിടിപ്പത് പണിയെടുത്ത് കൊടുത്തിട്ടും ക്ഷമയോടുകൂടാക്കെ ചെയ്ത് തീർക്കണ്ടല്ലോ. എവിടാ പണിക്കൂലി ഇയാള് 10 വിസയുടെ പണി ഈ പ്രായം വരെ എടുത്തിട്ടില്ല. ചേട്ടന്റെ തുമ്മല് കാരണം അക്ഷരൊരാളോട് പറയാൻ പറ്റില്ല. മരുന്ന് കഴിക്കാൻ പാടില്ല സാറേ. എത്ര ചേട്ടാ മരുന്ന് കഴിക്കണ ജനിച്ചപ്പോ മുതലുള്ളതാണ് ഇത്. പക്ഷെ ഇവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടല്ലോ. ഈ അല്ലേ അത് കാണിക്കലൊക്കെ ഉണ്ട്. ആ ഇന്റെ കായ് മേടിച്ചു വെക്കാന്നല്ലാണ്ട് എന്താ പറയാ, എന്റെ രോഗത്തിനൊന്നും ഒരു ചികിത്സ തന്നിട്ടില്ല അയാൾ. എന്നെ ചികിത്സിച്ചിട്ട് ഒരു ഫ്ലാറ്റ് കയറ്റിപ്പോ. സാറേ ഈ തുമ്മലിനെ എന്റെ വീടിന്റെ അടുത്തൊരു വൈദ്യരുണ്ട്. ഒറ്റമൂലിയാണ് തുമ്മലിന്. ആ എന്റെ വൈഫിനുണ്ടായി ഭയങ്കര തുമ്മായിരുന്നു. പക്ഷെ ഒരു കൂട്ടം മരുന്ന് മേടിച്ചാൽ നിശ്ചയം പോയി. പുള്ളിയുടെ കുട്ടപ്പൻ വൈദ്യര്. എവിടെ സ്ഥലം? ഇത് പൊന്നാരിമംഗലം. പൊന്നാരിമംഗലം ഇതിലോട്ടെ. ഇപ്പൊ ഈ ആംകല കാണിച്ചിട്ട് കായ് തിന്നാന്നല്ലാണ്ടേ വേദാവണ ഓട്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ കരളിന്റെ കാര്യം. ചേട്ടന്റെ കാര്യം പറ സാർ, എനിക്ക് പോയിട്ട് തിരക്കണം. എന്റെ ചേട്ടന്റെ കരള് എന്റെ ചേട്ടന്റെ അല്ലേ? വേറെ വാടകയ്ക്ക് എടുത്തേക്കണതാ അല്ലല്ലോ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഈ കരള് എന്ന് പറഞ്ഞ ചങ്ങായി ആള് ഡീസന്റ് ആണെങ്കിലും ഘട്ടം ഘട്ടമായിട്ടാണ് പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങുള്ളൂ. അത് ശരിയാണ്. എന്റെ ചേട്ടനും അതെ. നേരത്തെ ഒരു പൈന്റ് മേടിച്ചാൽ ഘട്ടം ഘട്ടമായിട്ട് അടിച്ചു തീർക്കുള്ളൂ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇരിപ്പിൽ 1 ലിറ്റർ അടിക്കും. അപ്പൊ അത് കരള് ശീലിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ ഘട്ടം ഘട്ടമായിട്ട് തെരഞ്ഞ് മേടിച്ചു വെക്കാൻ തന്നെ നമുക്ക് പറ്റുള്ളൂ, അല്ലാണ്ട് ഒന്നും ചെയ്യാനില്ല. അതിന്റെ ആദ്യത്തെ ഘട്ടമാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ കേട്ടുണ്ടോ? കരള് വീക്കം. നെഞ്ഞിപ്പ് കേൾക്കണ്ട, അനുഭവിച്ചറിയാ ചേട്ടനല്ലേ. അതിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ബ്ലഡ് പരിശോധിക്കാന്ന് പറഞ്ഞത്. SGOT SGPT എന്ന് പറഞ്ഞ 2 ടെസ്റ്റ് പറഞ്ഞു. റിസൾട്ട് തന്നല്ലേ സാറേ? റിസൾട്ട് അതിന്റെ റിസൾട്ട് തന്ന് അത് ഞാൻ കണ്ട്. അപ്പൊ മരുന്നൊന്നും കഴിക്കണ്ട. പിന്നെ മരുന്ന് കഴിക്കാണ്ട് എടോ ചങ്ങായി, അത് ടെസ്റ്റാണ്. രോഗം എന്താന്നറിയാനുള്ള ടെസ്റ്റ്, അല്ലാണ്ട് അത് രോഗം മാറാനുള്ളതല്ല. അത് കഴിഞ്ഞിട്ട് ആ ടെസ്റ്റ് കഴിഞ്ഞാൽ അതിനുള്ള മരുന്ന് എന്താ വെച്ചാൽ അത് കഴിച്ചിട്ട് വേണം രോഗം മാറ്റാൻ. അപ്പൊ അത് ആദ്യത്തെ ഘട്ടമാണ്. ഇപ്പൊ അത് ഇപ്പൊ 2ാമത്തെ ഘട്ടത്തിലേക്ക് കടന്ന് ലിവർ സിറോസിസ് എന്ന് പറഞ്ഞിട്ട് അസുഖത്തിലേക്ക് കടന്നിപ്പോ. അപ്പം മറ്റേ കരളൊക്കെ ആകെ ഓട്ട വന്ന് ദ്രവിച്ച് ഇതായിട്ട് നാശമായിട്ടാണ് കിടക്കണത്. ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാ ഇപ്പൊ ഇത് ഈ ചെങ്ങാനെടുത്ത് മാറ്റണം. അവിടുന്ന് ചേട്ടനെടുത്ത് ഇപ്പൊ വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് എന്റെ ചേട്ടന്റെ കാര്യമല്ലോ പറഞ്ഞത്. ചേട്ടന്റെ ദേഹത്തിന്റെ ഉള്ളിലിരിക്കണ കരള് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേറെ കരള് വെക്കണം. അയ്യോ, അതെങ്ങനെയാ സാർ? അതെങ്ങനെയും ചെയ്യണം, അല്ലെങ്കിൽ ആള് ജീവിച്ചിരിക്കൂല. അപ്പൊ പോവും അന്റെ ചേട്ടൻ. കരള് എവിടെ നിന്ന് കിട്ടും നമുക്ക്? കരള് ഇപ്പൊ അത് പേടിക്കൊന്നും വേണ്ട, കരളൊക്കെ കിട്ടും. അന്റെ ചേട്ടനല്ലേ, അന്റെ കരള് കൊടുക്കണം. അയ്യോ എന്റെ അല്ല, പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാ വീട്ടിലൊക്കെ ഒന്ന് ചോദിക്കണത്. വീട്ടിൽ അലമാരയിൽ എടുത്ത് വെച്ചേക്കണ സാധനമല്ല, അന്റെ ഇരിക്കണല്ലേ. പേടിയാണ്. പേടിയോ? പിച്ചല്ല ഇപ്പൊ അന്റെ ചേട്ടന്റെ കരളാണ് കനിവാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ മാറിയോ? വേറെ എവിടുന്ന് നമുക്ക് മേടിക്കാം. വേറെ എവിടുന്ന് ഇതെന്താ കച്ചവടത്തിന് വെച്ചേക്കാ കരള്? സെക്കൻഡോടെ ചങ്ങാതി, ഇത് കാറിന്റെ റിപ്പയറിങ്ങിന് കൊണ്ടുവന്നേക്കാൾ എന്റെ ചേട്ടന്റെ കരളിന്റെ കാര്യമാണ് പറഞ്ഞത്. അയ്യോ കൊടുക്കൂല, പിന്നെ നാട്ടുകാർ കൊടുക്കും. സാറേ പൈസ എത്ര വേണേലും നമുക്ക് കൊടുക്കാം. പിന്നെ ചക്കപ്പുഴുക്കല്ലേ ഈ കായ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ എടുത്തു തരാൻ. ചങ്ങായി ഇത് കരളാണ്, ഒരു മനുഷ്യന്റെ കരള്. സാറിന്റെ തുമ്മല് ഞാൻ മാറ്റിച്ചു തരാം. തുമ്മല് മാറ്റൂ. അതിപ്പോ ഇവിടുന്ന് ഒറ്റമൂലി പറഞ്ഞ ഒറ്റമൂലിയാ പോയി കാണാം. പക്ഷെ അതേപോലത്തെ ഒറ്റമൂലി കൊണ്ട് ഇത് കരള് കിട്ടൂല. കരളിന് കരൾ തന്നെ വേണം. അല്ല സാറേ, ഇപ്പൊ എന്റെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും പുള്ളി കുടിച്ച് എന്റെ ഒന്നും കളയൂലേ, നശിപ്പിക്കൂലേ? അല്ല അതുകൊണ്ട് ഈ മേടിക്കണ്ട, മൂപ്പരുടെ കയ്യിലിരിക്കണ പോലല്ല, എന്റെ തന്നെ. ഇത് മാറ്റക്കാർക്ക് പറ്റുമോ? അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഇല്ല, വീട്ടിലാലോചിച്ച അതാ വീട്ടിൽ ആലോചിക്കാതിരിക്കുക. എന്താണെങ്കിലും ശോധന ഇത് മാറ്റി വെച്ചാലാണ് ആള് രക്ഷപ്പെടുള്ളൂ. അല്ലെങ്കിൽ ആള് അത് ഇങ്ങനെ ചെയ്യണമെങ്കിലേ അല്ലാണ്ട് വേറെ നിവർത്തിയില്ല. അതുകൊണ്ടാ പറഞ്ഞേ. പോയാ ജലദോഷം കാശത്തില്ല നമുക്ക്. അയ്യതില്ല. അത് ശരി.
എന്താ വൈദ്യരുടെ പേര്? എടി മണ്ടു നീ അവിടെ നിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ പോകും. എടി മണ്ടു എടി ആൾക്കാര് കേൾക്കുമല്ല. ദൈവമേ നീ ഇവിടെ നിക്ക്, ഞാൻ പറയണോന്ന് കേൾക്ക്. സ്വന്തം ഭർത്താവിന്റെ കരൾ വേറെ ആർക്കെങ്കിലും കൊടുക്കണം കേട്ടോ. ഏതെങ്കിലും ഭാര്യ സഹിക്കോ? അതുപോലെ തന്നെ ഞാനും എനിക്ക് സഹിക്കാൻ പറ്റൂല. മണ്ടു നമ്മൾ കരള് കൊടുത്തു കഴിഞ്ഞാൽ 1-2 ആഴ്ച കഴിയുമ്പോ ഇതിങ്ങടെ കിളുത്തു വരും. പയറാണോ നിങ്ങൾ മുളപ്പിക്കാനിട്ടേക്കണം കിളുത്തു വരാൻ വേണ്ടിട്ട്? എന്റെ പൊന്നു പ്യാരിയിട്ട് നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ കുറെ പണിക്കാരുണ്ടല്ലോ ബംഗാളികള്, അവരുടെ ആരുടെയെങ്കിലും ഒരു കരൾ മേടിച്ചു കൊണ്ട് കൊടുക്ക്. അപ്പൊ ആ സങ്കടം കൊണ്ട് മാറി കിട്ടുമല്ലോ. എന്റെ പൊന്നു മണ്ടു അതൊന്നും ശരിയാവൂല. ഒന്നാമത്തെ ബംഗാളികളുടെ ഭാഷ വേറെയാണ്. ഇനി വല്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പുള്ളി അങ്ങനെ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങിയാലോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് ദേഷ്യം വന്നിരിക്കാണ്. അതിന്റെ ഇടയിൽ കൂടി വിവരക്കേട് എഴുന്നള്ളിക്കല്ലേ. മണ്ടു എനിക്ക് ആകെ ഒരു കൂടപ്പിറപ്പല്ലോ ഉള്ളൂ ചേട്ടൻ. ചേട്ടനൊരു ആപത്ത് വരുമ്പോ ഞാൻ വേണ്ടേ സഹായിക്കാൻ? അല്ല ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കണേ. നിങ്ങൾ കരൾ കൊടുത്തു, ഇനി നിങ്ങളുടെ കരളിന് എന്തെങ്കിലും അസുഖം വന്നാൽ ആര് കൊണ്ടേ തരും? നിങ്ങളുടെ ചേട്ടൻ കൊണ്ടേ തരും? എനിക്ക് നീ തരുമല്ലോ. ഞാൻ തരും. നിങ്ങൾ കല്യാണം ആലോചിച്ച് എന്റെ വീട്ടിൽ വന്നപ്പോ ചോദിച്ചതേ കാശ്, സ്വർണം, കാറ് ഇതൊക്കെയല്ലേ, അല്ലാതെ കരള് ചോദിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തരാനും പോണില്ല. എടി മണ്ടു എന്റെ ചേട്ടനൊരു ആപത്ത് വന്നപ്പോ ഞാൻ കൊടുക്കാൻ തയ്യാറാകണില്ലേ? അപ്പൊ നിന്റെ ഭർത്താവായ എനിക്കൊരാവശ്യം വന്നാൽ നീ തരണ്ടേ? അത് ചോദിക്കണോ? അത് തരൂല്ലെന്ന്. എന്റെ കരളും പ്രതീക്ഷിച്ച് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ കരൾ കളയണ്ട. ഞാൻ പോണേണ്, നിങ്ങൾ കൊണ്ട് കൊടുക്കും. എടി മണ്ടു ഞാൻ എന്തെന്ന് കുഴപ്പാക്കുന്നു കീരിമ്പാവിനെ പോലെ? എന്റെ ഉണ്ണി നിനക്കറിയാലോ, നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂളാ. ചേട്ടന് കരൾ കൊടുക്കാതെ ഞാൻ ഏറ്റതല്ലേ. ഇപ്പഴേ അവള് വഴക്കിട്ട് വീട്ടിലേക്ക് പോകാൻ പോണ്. എനിക്ക് കരളൊന്നും കൊടുക്കണ്ട, സത്യേട്ടൻ പോയി. എപ്പോ? ഇപ്പൊ രാവിലെ 9:00. നിങ്ങൾ എന്തിനീ കരയുന്നേ? സത്യേട്ടൻ ചത്തിട്ടൊന്നുമില്ല. നീയല്ലേ പറഞ്ഞ പോയത്? അതെ ഞാൻ പോയി തന്നെയല്ലേ പറഞ്ഞത്. സത്യേട്ടനും ശ്യാമളേച്ചും പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് ഗവൺമെന്റ് ആശുപത്രി പോയി എന്നല്ലേ ഞാൻ പറഞ്ഞു. അന്ന് അതങ്ങനെ തെളിച്ച് പറയണ്ടേടാ. അത് അവിടുന്ന് ഡോക്ടർ പരിശോധിച്ചപ്പോ പറഞ്ഞു ഇപ്പം കരളൊന്നും മാറ്റി വെക്കണ്ടെന്ന്. കരള് വേണ്ടേ? വേണ്ട. എന്നിട്ട് അവര് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെ പറയല്? ആടെ പോയി എന്തെല്ലാം കുഴപ്പമുണ്ടാക്കിയത്? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അയ്യോ ശ്യാമളേച്ചിന് എന്തെല്ലാം ചീത്ത വിളിച്ചേ? എന്താടി നീ ആസ്പത്രിയിൽ ചെന്ന് പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? അവിടെ ചെന്നപ്പോ ചേച്ചി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചേച്ചി എന്തെങ്കിലും കഴിച്ചാ സത്യേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്, പിന്നെ കൂടെ കൂടെ പ്യാരിയേട്ടനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണത് മോശമല്ലേ? അങ്ങനെ ഞങ്ങള് വെറുതെ വർത്താനം പറഞ്ഞു. അതിൽ എന്താണ് കുഴപ്പം? ഇതിൽ വലിയ കുഴപ്പമൊന്നുമില്ലടാ. ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ആടെ പോയിട്ട് ഇതൊന്നല്ല പറഞ്ഞത്. ആടെ പോയി സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിച്ചാൽ മതി അടുത്ത എന്താ അവസ്ഥ. അത് ശരി. എന്താണ് നീ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്? എന്താണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്? ഞാനൊന്നും പറഞ്ഞില്ലേ ഏട്ടാ. ഞാൻ വെറുതെ ചേച്ചിനോടൊന്ന് വർത്താനം പറഞ്ഞു. എന്താ നീ പ്രശ്നം? പറയാതെയാണ് സെക്യൂരിറ്റിക്കാരൻ അവനോട് പറഞ്ഞത്. ഏട്ടാ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിട്ടുണ്ട്. നമ്മളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മെഴുതുക്കില്ലേ, മൂപ്പർ ഒരു തീരുമാനമാക്കി. പുള്ളി ഓപ്പറേഷൻ ചെയ്യാൻ ഏറ്റാ. മൂപ്പർ ആശുപത്രി കൊണ്ടാന്ന് ഏറ്റിട്ടുണ്ട്. അപ്പൊ ഇനി പ്രശ്നമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ തീരുമാനമായി. അതെ. എന്റെ പൊന്നു മണ്ടുപോയി, നീ ഇനിയെങ്കിലും ഒന്ന് അകത്തോട്ട് പോ. ചെല്ലി. ചേട്ടൻ കരൾ കൊടുക്കണില്ല കേട്ടാ. ചെല്ലി.